കുട്ടി അബ്രഹാം, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ പി.സി. ചാക്കോയ്ക്ക് ഇനി കേരളത്തിൽ റോളുണ്ടോ എന്നൊരു വിഷയമുണ്ടല്ലോ. അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ്. അതായത് സുപ്രിയ സുലെക്ക് ശേഷം സുപ്രിയ സുലെ പവാറിന്റെ മകൾ, അതോടൊപ്പം തന്നെ ആ സ്ഥാനം ഇപ്പോൾ തന്നിരിക്കുന്നത് നേരത്തെ പ്രഫുൽ പട്ടേൽ ഉണ്ടായിരുന്ന ആ സ്ഥാനം വളരെ പെട്ടെന്ന് തന്നെ പി.സി. ചാക്കോയ്ക്ക് കിട്ടുന്നുണ്ട്. അത് വർഷങ്ങളായി അവർക്കിടയിലുള്ള ബന്ധത്തിന്റെ ഒരു തുടർച്ചയായിട്ട് കൂടി അതിനെ കാണാം. അങ്ങനെയെങ്കിൽ ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണോ അദ്ദേഹത്തിന് മുന്നിലെ പോംവഴി? സ്മൃതി, അതിനു മുമ്പായിട്ട് ചില കൊച്ചു കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ജയേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു. അദ്ദേഹം വളരെ ഗൗരവത്തോടെ സംസാരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് തോമസ് കെ തോമസ് ഇതുവരെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. അങ്ങനെ അദ്ദേഹം മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ചർച്ച നടക്കില്ലല്ലോ സ്മൃതി. പി.സി. ചാക്കോ രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരില്ലല്ലോ. എങ്ങനെയാണ് അതൊക്കെ പറയുന്നത്? എന്തുകൊണ്ടാണ് അതിനുശേഷം പറയുന്നു അദ്ദേഹം ഈ പാർട്ടിയെ കട്ടുമുടിച്ചു, പണമൊക്കെ കൊണ്ടുപോയി, എന്തൊക്കെയോ വിറ്റു, പാർട്ടിയെ വിറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഒരു മന്ത്രിസ്ഥാനം ഉള്ളതുകൊണ്ട്, ഒരു വകുപ്പിൻ്റെ ചുമതല ഉള്ളതുകൊണ്ടാണല്ലോ ഈ വിൽപ്പനയും അഴിമതിയൊക്കെ നടക്കുന്നത്. വാസ്തവത്തിൽ വനം വകുപ്പ് ആരാ ഭരിക്കുന്നത്? കേരളത്തിലെ വനം വകുപ്പ് ആരാ ഭരിക്കുന്നത്? CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ റിപ്പോർട്ടറെ കൊണ്ടൊന്ന് അന്വേഷിപ്പിച്ചോളൂ. അവിടെ ഒരു ഗാർഡിൻ്റെ ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിനുള്ളൊരു പെർമിഷൻ വരണം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ ആദ്യം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ചാക്കോ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും പിന്നീട് ഈ രീതിയിൽ ഒരു പാർട്ടിയുടെ മന്ത്രി ഈ വലിയേട്ടൻ എന്ന് പറയുന്ന പാർട്ടിക്ക് സബ്മിസീവ് ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. ഒരു മന്ത്രിയായിട്ട് നടക്കുന്നു. സ്മൃതി നേരത്തെ പറഞ്ഞ പോലെ കുറേ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പുഷ്കലകാലത്ത് തീപ്പൊരിയായിരുന്ന നേതാവാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ശശീന്ദ്രൻ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയുന്നത് കേട്ട് അനുസരിച്ച് ചെയ്യുന്ന ഒരു മന്ത്രിയായിട്ട് മാറിയതാണ് NCPയിലെ പ്രശ്നങ്ങൾക്ക് കാരണം. അവിടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്തൊക്കെയോ വരുന്നുണ്ടാവും, അവിടെ പലതും നടക്കുന്നുണ്ടാവും, ചീഞ്ഞ കഥകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. സ്മൃതി നേരത്തെ ചോദിച്ചൊരു ചോദ്യം, അതായത് ഈ ഘടകകക്ഷികൾക്ക് സമ്മർദ്ദ ശക്തിയാവാൻ കഴിയുന്നുണ്ടോ എന്ന്. ഇപ്പോൾ അവിടെ CPI കുറിച്ച് പറഞ്ഞു, കേരള കോൺഗ്രസ് ഇവിടെ സമർത്ഥമായിട്ട് അവിടെ നിൽക്കുന്നു എന്നാണ് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് സമർത്ഥമായിട്ട് നിൽക്കുന്ന അവിടെ ആ സാമർഥ്യം നമുക്കറിയാം. സ്വന്തം പിതാവിനെ ഏറ്റവും അധികം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതുപോലെ അപമാനിച്ച ഒരു പാർട്ടിയുടെ കൂടെ ചേർന്ന് അവരവരുടെ കാര്യങ്ങളൊക്കെ നേടി ആ മുന്നണിയിൽ നിൽക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ മറ്റ് ചെറിയ ഘടകകക്ഷികൾക്ക്, നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ കെ കരുണാകരനെ LDF യോഗത്തിലേക്ക് വിളിച്ചില്ല, പങ്കെടുപ്പിച്ചില്ല. എന്തുകൊണ്ടാണ് ഇവിടെ ആ മുന്നണിയിലെന്ന അവസാന വാക്കും ആദ്യ വാക്കും പിണറായി വിജയൻ്റേതാ. ഘടകകക്ഷികളുടെ വാക്കുകൾ മാത്രമല്ല. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ എന്താ വന്നിരിക്കുന്നത്? ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ പൊതു സർവകലാശാലകളിൽ ഒരു ഓഫ് ക്യാമ്പസ് സെൻറ്ററുകൾ ആരംഭിക്കുന്നതിന് അനുമതി നൽകിക്കൊണ്ടുള്ള, അതായത് കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ അങ്ങനെയുള്ളൊരു പ്രൊവിഷൻ നമ്മുടെ സർവകലാശാല നിയമത്തിൻ്റെ ഒരു ഭേദഗതി ബില്ലായിട്ട് മന്ത്രിസഭയുടെ മുമ്പിൽ വരുമ്പോൾ അത് പാർട്ടി CPM അംഗീകരിച്ചയക്കുമ്പോൾ, CPM അതിനോട് എതിർപ്പില്ല. CPM അങ്ങനെ വേണമെന്നാണ് പറഞ്ഞത്. പാർട്ടി പറഞ്ഞിട്ട് പോലും അത് വെട്ടിയ മുഖ്യമന്ത്രി, ഞാൻ മാതൃഭൂമിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, എനിക്കതിൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല, അത് വെട്ടിയ മുഖ്യമന്ത്രി പിന്നെ ഇവരെ സഹിക്കുമോ? എന്തുകൊണ്ടാണ് കരുണാകരൻ ചെന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായത്? എന്തുകൊണ്ടാണ് LDFൽ ചേർക്കാതിരുന്നത്? എന്താണെന്ന് ചോദിച്ചാൽ കരുണാകരനാണ്. കൂടെ മുരളിയുണ്ട്. കോൺഗ്രസ്സിലെ ഒരു ഭേദപ്പെട്ട ശതമാനം പ്രവർത്തകരെയും കൊണ്ടാണ് അദ്ദേഹം ചെല്ലുന്നത്. അദ്ദേഹം അവിടെ LDFൽ ചേരുകയും അല്ലെങ്കിൽ ചേരാൻ അനുവദിക്കുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്താൽ CPIയുടെ സ്ഥാനത്തേക്ക് കരുണാകരൻ വരും. കരുണാകരനെ സമ്മതിക്കാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണ് RJDക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിന് നിങ്ങൾക്ക് കടന്നപ്പള്ളിക്കോ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അദ്ദേഹം മാതൃഭൂമി പത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറൂടാ. അല്പം ഒരു സ്വാധീനമുള്ള മനുഷ്യനാണ് ഈ ശ്രേയാംസ് കുമാർ എന്ന് പറയുന്നത്, പാർട്ടിയുടെ പ്രസിഡൻറ്റേ. അപ്പോൾ അദ്ദേഹം വേണ്ട, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മന്ത്രിസഭയിൽ വേണ്ട. ഇപ്പം നമ്മൾ കടന്നപ്പള്ളിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തതിനെ പറ്റി പറഞ്ഞു, വലിയ കാര്യമായി പോയി. അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭ അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്തായിരുന്നു? തുറമുഖ വകുപ്പ്. ഇപ്പോൾ തുറമുഖ വകുപ്പ് ആരാ? ഇപ്പോൾ തുറമുഖ വകുപ്പിന് പ്രാധാന്യം കൂടി. അതായത് വിഴിഞ്ഞം സീപോർട്ട് വരിക. അപ്പോൾ പ്രാധാന്യം കൂടിയപ്പോൾ അതങ്ങ് CPM അങ്ങ് എടുത്തു. ഈ ചേട്ടനെ അവിടെ ഒരു ഇരുന്നു. പിന്നെ സ്മൃതി ചോദിച്ചൊരു കാര്യം, ഇനി ദേശീയ രാഷ്ട്രീയമാണോ കേരള രാഷ്ട്രീയമാണോ? 77-78 വയസ്സായി ചാക്കോയ്ക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കേരളത്തിൽ അദ്ദേഹം എന്ത് രാഷ്ട്രീയം കളിക്കാനാണ്? ഈ പറഞ്ഞ പോലെ ദേശീയ തലത്തിൽ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ഇരിക്കും.
ഇപ്പോൾ പിന്നെ നമ്മുടെ പ്രഫുൽ പട്ടേലൊക്കെ അപ്പുറത്തായതുകൊണ്ട് ഇപ്പം പവാറും സുപ്രിയ സുളെയും കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പദവി ആ പാർട്ടിക്ക് ദേശീയ തലത്തിൽ അത്യാവശ്യം സ്വാധീനവും ശക്തിയൊക്കെ ഉള്ളൊരു പാർട്ടിയാണെന്ന് വിചാരിക്കണം. ഡൽഹിയിൽ ഒരു ഓഫീസുണ്ട്, അവിടെയാണ് ഈ ചാക്കോ സാധാരണഗതിയിൽ ഇരിക്കുന്നത്. അവിടെ അദ്ദേഹം ഇരിക്കും, ഒരു പക്ഷേ ഈ വർക്കിംഗ് പ്രസിഡൻ്റായി തുടരും. പക്ഷേ ഇതിനകത്ത് രസകരമായൊരു കാര്യമുണ്ട്. എന്താണ് NCPയുടെ ഭാവി ദേശീയ തലത്തിൽ നിന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ പാർട്ടി കോൺഗ്രസിൽ ലയിക്കുന്നതിന് വലിയ തോതിൽ അതിശക്തമായ ചർച്ചകൾ നടന്നതാണ്. അതിൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ നമ്മുടെ രമേശ് ചെന്നിത്തലയായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നടക്കാതെ പോയത് എന്ന് പറഞ്ഞാൽ അതിൽ PC ചാക്കോയുടെ ഒരു എതിർപ്പായിരുന്നു ഒരു പ്രധാന കാരണം. രമേശ് ചെന്നിത്തലയോട് പവാർ പറഞ്ഞു, നിങ്ങൾ ചാക്കോ സമ്മതിക്കുമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന്. കാരണം പക്ഷേ ഇപ്പം നിങ്ങൾ ഡൽഹിയിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ എന്തോ ഇനി അതിലേക്കാണോ കാര്യങ്ങൾ അല്ല ലയിക്കണമെന്നില്ല. ഞാൻ ചോദിച്ചത് യുഡിഎഫിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല. ചാക്കോ ഒരിക്കലും UDFിലേക്ക് പോകാൻ പറ്റും. എന്താ അറിയോ, ചാക്കോ പണ്ട് മുതലേ യൂത്ത് കോൺഗ്രസ് കാലം മുതലേ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു നേതൃ വിഭാഗമുണ്ട്, ഒരു ഔദ്യോഗിക വിഭാഗം. അവരോട് എന്നോ റിബൽ ചെയ്ത് നിന്ന ഒരാളാണ് PC ചാക്കോ. അതൊരിക്കലും അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നപ്പോൾ ശ്വാസം മുട്ടലുണ്ടായിട്ട് NCPയിലേക്ക് പോയത്. പക്ഷേ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതല്ല. ഇപ്പം അജിത് പവാറും ശരത് പവാറും തമ്മിൽ യോജിക്കാനുള്ള അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നടക്കുമോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വളരെ വിശ്വാസയോഗ്യമായിട്ട് ഡൽഹിയിലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. അവർ നാളെ NCP ഒന്നാവുന്നു, അജിത് പവാറിൻ്റെ കൂടെ ശരത് പവാർ ചെയ്യുന്നു. ഇതൊരു ഫാമിലി ബിസിനസ്സാണ് സ്മൃതി. ഈ NCP എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ മാത്രമാണ് ആ പാർട്ടി ഉള്ളത്. പിന്നെ നോർത്ത് ഈസ്റ്റിൽ എവിടെയോ ചില സംസ്ഥാനങ്ങളിൽ ഇതൊരു ഫാമിലി എൻ്റർപ്രൈസാണ്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താ? അവരുടെ ധാരാളം സാമ്പത്തിക താല്പര്യങ്ങൾ പവാർ ഫാമിലിയുടെ, ഒരു പവാറിൻ്റെ അല്ല, പവാർ ഫാമിലിയുടെ വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിനെക്കുറിച്ച് അവരാരും ഒരു പ്രതീക്ഷയില്ല. ഇപ്പോൾ ഇങ്ങനെ BJP തന്നെ തുടരുകയാണെങ്കിൽ വൈ നോട്ട്? നമ്മളെന്തുകൊണ്ട് NDAയുമായിട്ട് സഹകരിച്ചുകൂടാ, BJPയായിട്ട് സഹകരിച്ചുകൂടാ? ഈ സ്ഥിതിയിലേക്കും ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം PC ചാക്കോ ഇവിടെ നിൽക്കും, ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് നിൽക്കുമോ, NCPയിൽ തുടരുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറഞ്ഞുകൂടാ. അപ്പോൾ അവിടെ ഒരു ചോദ്യം, അപ്പോൾ ശശീന്ദ്രൻ എന്ത് ചെയ്യും? അങ്ങനെ ഈ ഗവൺമെൻറ് തീരുന്നതിന് മുമ്പ്, പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് അവസാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ഒരു നീക്കുപോക്ക് NCP ഫാക്ഷൻസ് തമ്മിൽ ഉണ്ടായാൽ ഇവിടുത്തെ NCP എന്ത് ചെയ്യും? എന്തായിരിക്കും ചെയ്യാൻ പോവുക? നമ്മളിപ്പോൾ നേരത്തെ തോമസ് കെ തോമസിന് സീറ്റുണ്ടോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എഴുതി തരാം. എന്ത് പാർട്ടി? ഈ NCP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണോ സ്മൃതി? എവിടെയെങ്കിലും ജില്ലാ കമ്മിറ്റി ഉണ്ട്? എത്ര ജില്ലാ കമ്മിറ്റി ഉണ്ട്? ഈ സംസ്ഥാന കമ്മിറ്റി 420 പേരൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ 5-10 പേര്. അതാണ് ഈ പാർട്ടി പിളരുമോ? പിളർന്നിട്ട് എന്താവാനാ? ഇനി നമ്മുടെ കോൺഗ്രസ് പിളർന്നിട്ട് എന്താവാനാ? നമ്മുടെ RSP ബോൾഷെവിക്ക് പിളർന്നിട്ട് എന്താവാനാ? ഇത്രയേ ഉള്ളൂ. ഇതിനൊക്കെ ഇത്രയൊക്കെ ബലമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ തോമസ് കെ തോമസ് ചാടിയിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനം മാത്രം നോക്കിയിട്ടാണ്. അദ്ദേഹത്തിന് കൃത്യമായ മെസ്സേജ് കിട്ടി, മന്ത്രിസ്ഥാനവുമില്ല, അടുത്ത തവണ കുട്ടനാട്ടിൽ സീറ്റുമില്ല. അത് ശശീന്ദ്രനൊന്നുമല്ല പറയുന്നത്. ആ മെസ്സേജ് വരുന്നത് ഉയരങ്ങളിൽ നിന്നാണ്, ഉന്നതങ്ങളിൽ നിന്നാണ്. അദ്ദേഹത്തിന് അടുത്ത തവണ സീറ്റ് ഉണ്ടാവാനും സാധ്യതയില്ല. അത് CPM ആ സീറ്റ് ഏറ്റെടുക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.